ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കാർത്തികയും ദിലീപും കൂടിയിട്ട് ആദ്യത്തെ വിരുന്നിന് വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം ആദ്യമായിട്ട് വീട്ടിലോട്ട് തിരികെ വരികയാണ്. അങ്ങനെ കല്യാണിയും അതുപോലെ ലക്ഷ്മി അമ്മയും കിരണൊക്കെ അവരെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, ഇവിടെ മറ്റൊരു വിശേഷം കൂടി നടക്കാൻ പോകുന്നു, മറ്റൊരു കല്യാണം കൂടി നടക്കുന്നുണ്ട്, ആ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി, അതുകൊണ്ടാണ് നിങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരാകെ അന്തം വിട്ട് നിൽക്കുകയാണ്, പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്, എന്താ ആ കാര്യം എന്നറിയാതെ. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ വേലുവിനെയും അതുപോലെ അമലുവിനെയും പിടിച്ച് കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചു. അവരെ ഇങ്ങനെ നിർത്തണ്ട, ഇവിടെ വെച്ച് തന്നെ ഒരു ചെറിയൊരു ചടങ്ങെന്ന രീതിയിൽ അവരെ താലികെട്ടൊക്കെ നടത്താമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് എന്ന് കിരണും കല്യാണിയും പറയുമ്പോൾ അതെന്തായാലും നന്നായി എന്ന് നമ്മുടെ കാർത്തിക പറയുകയാണ്. അപ്പോൾ അതെ, പക്ഷെ അവർക്ക് ചെറിയൊരു സമ്മതക്കുറവൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല. അതിനുശേഷമാണെങ്കിൽ അവരങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് മോളെ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മോൾക്കെന്ന് പറയുമ്പോൾ എന്ത് കുഴപ്പമേ, അവിടെ സുഖമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ വേലു ഈ പറയുന്ന ദിലീപിനെ കിരണ അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിനുശേഷം എങ്ങനെയുണ്ട് ഇപ്പം അമ്മയുടെ പേടിക്ക് മാറി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അയൽവക്കക്കാരും ബന്ധുക്കളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. പിന്നെ ചില കാരണവന്മാർ മാത്രം, അവർക്ക് അച്ഛൻ മരിച്ച് ഇത്രയായിട്ടുള്ളൂ, അപ്പോഴത്തേക്കും കല്യാണം നടത്തി എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് സംസാരമൊക്കെ ഉണ്ടായി. എന്നാലും അമ്മയുടെ നല്ല മാറ്റമുണ്ട്, അമ്മയ്ക്ക് ഇപ്പം അങ്ങനത്തെ പേടി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുന്നതിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. പേടിക്കൊന്നും വേണ്ട, അവൻ ഇനി എന്തായാലും നിങ്ങളെ ശല്യം ചെയ്യാനൊന്നും വരില്ല എന്ന് കിരൺ ദിലീപിനോട് പറയുകയാണ്. അങ്ങനെ മകളോട് അമ്മയും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ, സുഖമാണ്, എന്തായാലും ഞങ്ങൾക്കിപ്പോൾ ഒരു പേടിയില്ല, അവനെ ഗംഗയ്ക്ക് ഞങ്ങൾക്കൊരു പേടിയില്ല. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും അമ്മ ഒറ്റയ്ക്കാവുമ്പോൾ അവിടെയും അമ്മ ഒറ്റയ്ക്കാവില്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ രണ്ടാളും താമസിച്ചാൽ മതി, അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ അമ്മ, ദിലീപേട്ടൻ്റെ അമ്മ സമ്മതിച്ചിട്ടുണ്ട് എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ ആയിക്കോട്ടെ മോള് പറയുന്ന പോലെ തന്നെ ചെയ്യാം, നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും കിരണും കല്യാണിയും ഒക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ തിരികെ അവരുടെ വീട്ടിലോട്ട് പോകും. പിന്നെ ഇപ്പം ഈ അമലുവിൻ്റെയും വേലുവിൻ്റെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർ അവിടെ നിന്നും പോകും. അപ്പം അതിനുശേഷം ഈ രണ്ടമ്മമാരും ഒന്നിച്ച് താമസിക്കാനാണ് അവരങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പ്രകാശനും ഈ പറയുന്ന കല്യാണിയുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കാനും പോകുന്നത്. അങ്ങനെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ കാർത്തിക. അപ്പൊ അച്ഛൻ അകത്തുണ്ട്, റൂമിലുണ്ട് മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ അച്ഛൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് നമ്മുടെ കാർത്തു. അപ്പൊ അച്ഛൻ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ, രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ആ സ്നേഹം, മോൾക്ക് സുഖല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്, അച്ഛന് ഏറ്റവും സന്തോഷമായി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അമലുവാണെങ്കിൽ അവർക്ക് ചായയും പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരതൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ എന്തായാലും നമുക്ക് അടുത്ത ദിവസം തന്നെ ഈ ഇത് നടത്തണമെന്ന് പറയുന്നുണ്ട്. അപ്പം അമലുവിൻ്റെ അമ്മയെ നാട്ടിൽ നിന്നും, അതായത് കാട്ടിൽ നിന്നും ഈ നാട്ടിലോട്ട് കൊണ്ടുവരാൻ അവരൊക്കെ കൂടി തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അപ്പം അതുപോലെ തന്നെ അമലുവിൻ്റെ അമ്മയെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം ഈ നാട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ എല്ലാവരും ചേർന്ന് അവളെ അണിയിച്ചൊരുക്കി സുന്ദരിയാക്കി കല്യാണി കൊടുത്ത ആഭരണങ്ങളൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താലി, നമ്മുടെ വേലുവിന് ചെറിയൊരു വിഷമമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വർണങ്ങളൊക്കെ എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട് നിനക്ക് ഇടാനുള്ളത്, പക്ഷേ ഒരു സ്വർണ്ണത്താലി വേണ്ടേ, അത് താലി മാത്രമല്ല മാലയും വേണ്ടേ, അത് എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ടെൻഷൻ എന്നിങ്ങനെ വേല് പറയുന്നുണ്ട്. അത് സാരില്ല, മഞ്ഞച്ചരട് മതി എന്ന് അമല് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും മഞ്ഞച്ചരടിൽ തന്നെയാണ് നമ്മുടെ അമലുവിൻ്റെ കഴുത്തിൽ വേല് താലി കെട്ടുന്നത്, ഒരു ചെറിയൊരു അമ്പലത്തിൽ. അപ്പം അമ്മയൊക്കെ വന്ന് അമ്മയ്ക്കുള്ള സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ഒരുക്കിയിട്ട് എല്ലാവരും അവരെ അനുഗ്രഹിച്ച് ഈ പറഞ്ഞ പോലെ കല്യാണം താലികെട്ടൊക്കെ നല്ല ഭംഗിയായി നടക്കുകയും എല്ലാവരെയും അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, അതായത് അമലുവിൻ്റെ അമ്മ പറയുകയാണ്, ഈ കല്യാണത്തിന് അച്ഛൻ ഈ അമ്പലത്തിൽ തന്നെ ഉണ്ടാവും മോളെ, അച്ഛൻ്റെ ആത്മാവ്, മൂപ്പൻ ഇവിടെ മോളെ വിട്ടു പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന് സന്തോഷമായി കാണുമെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞങ്ങനെ കരയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അമലു അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, നമ്മൾ ഒരു തവണയെ കല്യാണം കഴിക്കുന്നുള്ളൂ, അത് എല്ലാപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഇതേ ഒരു കാര്യമുള്ളൂ, അത് നമുക്ക് കാണാനാണ് എപ്പോഴായാലും, കുറെ കഴിഞ്ഞിട്ടായാലും നമുക്ക് കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
അതിനുശേഷം ഇനിയിപ്പോൾ അധികം ദിവസമൊന്നും അവരവിടെ നിൽക്കില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ കാട്ടിലോട്ട് തിരികെ പോകുമ്പോൾ അമ്മയും കൂടെ ഉണ്ടാകും. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അവരുടെ കാട്ടിലെ ചടങ്ങ് പ്രകാരം അവിടെ താലികെട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നേരം ഈ പറഞ്ഞ പോലെ കിരൺ ഇവനൊക്കെ ഉപദേശിക്കുന്നുണ്ട് വേലുവിനെ, നീ അവള് വിഷമിപ്പിക്കരുത് ഒരു കാരണവശാലും, അവൾക്ക് അച്ഛനൊന്നും ഇല്ലാന്ന് നിനക്കറിയാലോ, എന്ത് വിഷമം ഉണ്ടെങ്കിലും നീ ഞങ്ങളെ വിളിച്ചറിയിക്കാൻ, നിങ്ങൾക്ക് എന്ത് സഹായം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നിങ്ങനെ പറയുന്ന സമയത്ത്, ഇല്ല ഒരിക്കലും ഞാൻ അവളെ കരയിക്കില്ല, അവൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു സാറേ, അവൾക്കിപ്പോൾ എന്തോ അന്ന് അവൻ ആ ദുഷ്ടനെ കണ്ടപ്പോൾ അവളുടെ മനസ്സൊന്നിളകി, അങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ് അവൾക്ക്, അങ്ങനെ അത്ര പൊട്ട കുട്ടിയൊന്നുമല്ല അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്തോ അവനെ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുള്ളതൊക്കെ ഇങ്ങനെ വേലു പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാർത്തികയും പറയുകയാണ്, വേലുവിന് എന്തായാലും ജോലി, വേലുവിൻ്റെ തേൻ ഞങ്ങളുടെ കമ്പനിയിലൂടെ വിൽക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എത്രയും വേഗം തേൻ ശേഖരിച്ച് എൻ്റെ കമ്പനിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നാട്ടിൽ കൊടുക്കുന്നതിലേക്കാളും വില കൂട്ടി അതിൻ്റെ 2 ഇരട്ടി പൈസ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം അതിൽ നിന്ന് ഉണ്ടാക്കി തരികയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കാർത്തികയും പറയുന്നുണ്ട്. അപ്പോൾ വേലുവിനും അമലുവിനൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ ഈ പറഞ്ഞ പോലെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ്, അങ്ങനെ സങ്കടപ്പെട്ടിട്ട് തന്നെയാണ് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അമലുവും വേലുവും അതുപോലെ നമ്മുടെ അമലുവിൻ്റെ അമ്മയൊക്കെ കൂടിയിട്ട് കാട്ടിലോട്ട് തിരികെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നും അവരും പോവുകയാണ്, കല്യാണിയുടെയും കിരണിൻ്റെയും വീട്ടിലേക്ക് അവരും തിരികെ പോകുന്നുണ്ട്. അങ്ങനെ വിരുന്നൊക്കെ ആയിട്ട് ഈ കാർത്തികയുടെ ഭർത്താവ് ദിലീപ് അങ്ങനെ പോവുകയാണ്. അതിനിടയിലാണ് പോലീസ് വരുന്നത്, കിരണിൻ്റെ വീട്ടിലോട്ടാണ് പോലീസ് വരുന്നത്. അങ്ങനെ പോലീസ് വരുന്ന സമയത്ത് കല്യാണിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലെങ്കിലും കിരണ് കാര്യങ്ങൾ അറിയാം. എങ്കിലും ആള് വന്നിട്ട് അന്വേഷിച്ചൊക്കെ അങ്ങനെ ഒരു തുമ്പും കിട്ടാതെ പോലീസ് തിരികെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവരെ കാണിക്കുന്നുണ്ട്, സരു അച്ഛൻ്റെ അരികിലേക്ക് ജയിലിലോട്ട് പോകുന്നുണ്ട്. കല്യാണം നടന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ മനോഹറിനെ പറ്റിയിട്ട് മനോഹറിനെ കൊല്ലണം എന്നാവശ്യപ്പെടുന്നുണ്ട്. പിന്നെ കിരണിൻ്റെ മനസ്സിലോട്ട് ഞാൻ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും കിരണിനെ എനിക്ക് ഭർത്താവായി കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുലാണെങ്കിലും കല്യാണിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുകയാണ്, അവളാണ് നമ്മുടെ ജീവിതം തകർത്തത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൾ അവിടെ നിന്നും പോരുകയാണ്. ഏറ്റവും വലിയൊരു വിഷപ്പാമ്പായിട്ടാണ് നമ്മുടെ സരയെ വളർന്നുകൊണ്ടിരിക്കുന്നത്. സരയുടെ മനസ്സിലിപ്പോൾ കിരണിനെ കിട്ടണമെന്നൊരൊറ്റ ആഗ്രഹം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കല്യാണിയെ അപകടപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ സരയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കിരണാണെങ്കിലും ഇവളുടെ മാറ്റങ്ങൾ ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി തുടങ്ങും. അതുപോലെ തന്നെ താരയ്ക്കാണെങ്കിൽ വളരെയധികം പേടിയാണ് ഈ പറയുന്ന സരയുവിനെ, അവൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്നുള്ള ആ ഒരു പേടിയും ഇതൊക്കെ കാരണം മറ്റുള്ളവർ സത്യം അറിയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സരയുടെ ഒരു കാര്യങ്ങളും ഒരു ഉദ്ദേശവും നടക്കുന്നില്ല. കിരണെന്നും കല്യാണിക്കെന്നും കിരണും തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്